ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നേരത്തെ റീഡിംഗ് എടുക്കാം. ഗൈഡൻസ് മെസ്സേജ്. ഓക്കെ, ഫസ്റ്റ് റീഡിങ്സ് ഈ വീക്കിന് ഓപ്പൺ ആണ്. നെക്സ്റ്റ് വീക്ക് ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ഈ വീക്ക് കൂടി ഓപ്പൺ ആണ്. സോ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യൂ. ടാരോ ക്ലാസ്സസ് ഇപ്പോൾ കുറേ ബാച്ചസ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ ഇനി അടുത്ത ബാച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആക്കാനുള്ള പ്ലാനാണ്. സോ ഇപ്പോൾ തൽക്കാലം ടാരോ ബാച്ച് ഒന്ന് സ്റ്റാർട്ടായി. ഓക്കെ, കുറേ എണ്ണം നടക്കുന്നുണ്ട്. 2-3 ബാച്ച് ഒന്നിച്ച് നടക്കുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ തൽക്കാലം പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ വീക്കും കൂടെ ഞാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് തൊട്ട് ചിലപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് ബാക്ക് ആവും, കാരണം കുറച്ച് കാര്യങ്ങൾ വരും. ഓക്കെ, സോ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന റീഡിങ് ഞാൻ ഫേസ്ബുക്കിൽ കൂടി ഞാനുണ്ട്. അതൊന്നും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ താല്പര്യമുള്ളവർ. ഓക്കെ, ഇന്നത്തെ ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എനർജി, നൈസ്. ഓക്കെ, പേജ് ഓഫ് കപ്സ്, 3 of wands. ഓക്കെ, ഇത് നിങ്ങളുടെ ജോലി കരിയർ റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, നോട്ട് നെസസറിലി അത് മാത്രമാവണം നിർബന്ധമില്ല. ഇവിടെ ജോലിയുടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഐ തിങ്ക് നിങ്ങൾ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ എനിക്കൊരു എനർജി ഉണ്ട്. നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന പോലെയാണ്. അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെ ഓഫർ ആയിരിക്കാം. നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ന്യൂസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. കുറച്ചായിട്ട് ഡിലേ വല്ലതും വന്നിട്ടുണ്ടാവാം. സോ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും മേ ബി അത് വരുമോ ഇല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായി കാണാം. ബട്ട് യെസ്, അത് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ മേ ബി ഒരു ജോലിയുടെ ഓഫർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ള രീതി പറയാം. സോ സം കൈൻഡ് ഓഫ് ന്യൂസ് അത് നിങ്ങൾക്ക് ദൂരത്തുനിന്ന് വരുന്ന പോലെയുണ്ട്. സോ അഗൈൻ നിങ്ങളുടെ വിസ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എവിടെയോ ഒരു ദൂരത്തുനിന്ന് ഒരു കാര്യം മെസ്സേജ് വരുന്ന പോലെ, ഒരു ഗിഫ്റ്റ് വരുന്ന പോലെയുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം, എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന പോലെയുണ്ട്. അതിപ്പോൾ അഗൈൻ ഒരു സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. ഒരു മെസ്സേജ് കാണുമ്പോൾ നമ്മളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ആൻഡ് ഇത് എന്തെങ്കിലും വിവരങ്ങളായിരിക്കാം, ന്യൂസ് ആയിരിക്കാം, സംതിങ് ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് വരുന്ന പോലെയുണ്ട്. ദൂരത്തുനിന്നാണത് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടുള്ള വരവാണ്. ഐ തിങ്ക് കുറച്ച് സമയമായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. സോ പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട്. അത് വരുന്ന പോലെയാണ്. അത് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ജോലി കരിയറിലാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ട് കാണുന്നുണ്ട്. മേ ബി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾ ഈവൻ റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്ന പോലെ. അത് ഒരു മാരേജ് പ്രപ്പോസലും ആവാം. ഓക്കെ, മാരേജ് പ്രപ്പോസലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഒരു സ്നേഹത്തോടെയുള്ള വല്ല മെസ്സേജസ് ആയിരിക്കാം. സോ എന്തെങ്കിലും അല്ലെങ്കിൽ നല്ല ന്യൂസ്, ചിലപ്പോൾ ആരെങ്കിലും വരുന്നു എന്ന രീതിക്കുള്ള വല്ല ന്യൂസ് ആയിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ കാണാൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, സോ സംവെയർ ഇവിടെ അങ്ങനെ ഒരു ഒരു എന്തോ നിങ്ങളിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമായിരിക്കാം. സർപ്രൈസ് അല്ല ഇത്, നിങ്ങൾ ഐ തിങ്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന്. ആൻഡ് ആ വെയിറ്റിംഗ് നിങ്ങളുടെ എൻഡ് ആവുന്ന പോലെയാണ്. നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അഗൈൻ ഇവിടെ പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളായിരിക്കാം, ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം. അതിൻ്റെ എന്തെങ്കിലും, കാരണം ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. സോ മേ ബി നിങ്ങളുടെ സമയമായിരിക്കാം, നിങ്ങളുടെ എഫേർട്ടായിരിക്കാം, ജോലിയിൽ കിട്ടുന്ന എഫേർട്ടായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന സമയമായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ആൻഡ് യെസ്, അത് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കോമ്പറ്റീഷനൊക്കെ കാണുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഐ തിങ്ക് ആ തീരുമാനം വൈകിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ വേറെയും ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയില്ല, ജോലിയിലാവുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് വേറെയും ആൾക്കാർ അതിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു ഡിലേ ആണ് വന്നത്. ഓക്കെ, അതെന്തോ കാരണം കൊണ്ട് അവിടെ ഡിലേ ആയതാണ്. സോ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ളത് വരുമെന്ന് കാണുന്നുണ്ട്. മജീഷ്യനാണ്. സോ യെസ്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. സോ അത് വരുന്നുണ്ട്. ഓക്കെ, പേടിക്കേണ്ട. ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ശരി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് ഇവിടെ എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. മേ ബി മറ്റുള്ളവർ ഇടപെട്ട് കാണാം, അതുകൊണ്ടുള്ള ഡിലേ ആയിരിക്കും. ബട്ട് എനിവേ ഇവിടെ ഒരു ഹാപ്പി ന്യൂസ് വരുന്നതായിട്ട് ഒരു നല്ലൊരു മെസ്സേജ്, നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, നിങ്ങൾക്കൊരു ഹാപ്പി, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം തരുന്ന രീതിക്ക് ഒരു ഇത് കാണുന്നുണ്ട്. ആൻഡ് അത് കുറച്ച് പേർക്ക് ഇത് കൂടുതലും ഓക്കെ ഹെൽത്ത് റിലേറ്റഡും ആവാം. ഓക്കെ, ജസ്റ്റ് എനിക്ക് പറയാൻ തോന്നി ഹെൽത്ത് റിലേറ്റഡ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്ന് കാര്യങ്ങൾ കഴിച്ച് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവുന്ന രീതിക്കായിരിക്കാം. അതുകൂടി ഫീൽ ചെയ്തു. എന്തായാലും ഇവിടെ കരിയർ ഗ്രോത്ത് എനിക്ക് നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് നിങ്ങൾ കരിയർ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ഗ്രോത്തിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയാണ്.
കുറച്ചായിട്ട് നിങ്ങൾ ജോലി ഇല്ലാതിരുന്നു, വെയിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വരാനുള്ള ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം നമുക്ക്. പർപ്പസ്, ഓക്കെ, കമ്പാരിസൺ, ടൈം. ഓക്കെ, ടൈം എടുത്തിട്ടുണ്ട്, ഇതിൽ ഡിലേ വന്നിട്ടുണ്ട്, അതാണ് ഇവിടെ എനിക്ക് ഡീറ്റെയിൽസ്. ഓക്കെ, പോസിറ്റിവിറ്റി, യെസ്, നിങ്ങളോട് പറയുന്ന പോസിറ്റീവായിട്ട് ഇരിക്കും എന്നാണ്. ഇപ്പോൾ നിങ്ങൾ അഗെയിൻ സപ്പോസ് വെയിറ്റിംഗ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കരുത്. ഓക്കെ, നിങ്ങൾ കാത്ത് എപ്പോൾ വരും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ, അതായത് നമ്മൾ പറയില്ലേ ഓൾറെഡി ഇത് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോലെ. സോ അതുപോലെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിൻ്റെ പല ഡീറ്റെയിൽസും നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യുന്നത്. എനിവേ അതൊരു കാര്യം. അല്ലാതെ ഇപ്പം നിങ്ങളോടും പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോക്കാനുള്ളതൊക്കെ നിങ്ങൾ നോക്കൂ എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ആ ഇൻഫർമേഷൻ എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യാം. പർപ്പസ് കാണുന്നുണ്ട്. സോ ഇത് ഈ ഡിലേക്ക്, ഓക്കെ, ഇതിവിടെ കണ്ടില്ലേ കുറേ പേര് ഇങ്ങനെ കുറേ റബ്ബർ ബാൻഡ്സാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ആ നമ്മൾ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് പറയില്ലേ, എന്തെങ്ങനെ കുറേ നൂല് എന്താ പറയുക കെട്ടുപെട്ടിരിക്കുന്ന രീതിയിൽ. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പല ഫാക്ടേഴ്സും ഒന്ന് ക്ലിയർ ആയിട്ട് വരാനുണ്ടായിരുന്നു. ഓക്കെ, പല കാര്യങ്ങളും പലരും തടസ്സമുണ്ടായിരുന്നു, പല കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഒന്ന് അഴിഞ്ഞഴിഞ്ഞ് വരണം അല്ലേ, അതിനുള്ള സമയമാണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അതിനുള്ള ടൈമായിരുന്നു ഇവിടെ ഡിലേ. അത് പക്ഷേ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഈ ഒരു ഡിലേക്ക് ഒരു പർപ്പസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു വെയിറ്റിങ്ങിന് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. അതിപ്പോൾ എന്തും ആവാം. ഓക്കെ, കുറച്ച് നല്ലത് നിങ്ങൾക്ക് കൊണ്ടുവരാനായിരിക്കാം യൂണിവേഴ്സ് ചെയ്യുന്നത്, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കാനായിരിക്കാം, നിങ്ങളെ ഒരു വിശ്വാസം, ട്രസ്റ്റ് വെക്കാൻ പഠിപ്പിക്കാനായിരിക്കാം. ഡിവൈനിൽ ട്രസ്റ്റ് വെക്കുക, ഡിവൈൻ ടൈമിൽ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടായിരിക്കും. ചില സമയത്ത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യും അല്ലേ, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിൽ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ ആ ഡിവൈനിലേക്ക് പക്ഷെ ഒരു വിശ്വാസം വെക്കുമ്പോൾ നമുക്ക് പറയാം ഓക്കെ വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറയും അല്ലേ. അങ്ങനെ ഒരു ട്രസ്റ്റ് വെക്കാൻ, അതിനൊക്കെ പഠിപ്പിക്കാനായിരിക്കാം. സോ എന്തോ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടന്നിരുന്നെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കമ്പാരിസൺ ചെയ്യരുത് ഫസ്റ്റ് തിങ്. ഓക്കെ, നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ എന്ത് തന്നെ കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ അവനവനെ കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാതിരിക്കുക, ആൻഡ് സിറ്റുവേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവില്ല അല്ലേ. നിങ്ങൾ ആപ്പിളാണ്, വേറെ വ്യക്തികൾ ഓറഞ്ച് ആണെന്ന് പറയുന്ന പോലെ. സോ എല്ലാം വേറെ വേറെയാണ്. സോ ഒരിക്കലും നിങ്ങളുടെ ലൈഫോ മറ്റുള്ളവരുടെ ലൈഫോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പോൾ സപ്പോസ് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള ചിലപ്പോൾ വീട്ടുകാരൊക്കെ പറയും അല്ല, എന്താ ചെയ്യുന്നതെന്ന് പറയും. മറ്റുള്ളവർക്ക് കിട്ടി, കണ്ടു, അവർ കൂടെ പഠിച്ചതല്ലേ, ഒന്നിച്ച് ചെയ്തതല്ലേ, അവർക്ക് കിട്ടിയെന്ന് പറയും. ബട്ട് അങ്ങനെ കമ്പാരിസൺ ചെയ്യരുത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും നമുക്ക് വിധിച്ചിട്ടുള്ളത്, ഓരോന്നായിരിക്കും നമ്മുടെ ലൈഫ് പർപ്പസ്, ഓരോന്നായിരിക്കും ഓരോരുത്തരുടെയും കർമ്മയിൽ എഴുതിയിട്ടുള്ളത്, തലവരച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ. സോ അത് കമ്പയർ ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, അല്ലാതെ ബാക്കി മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവരങ്ങനെയാണോ, അവർ എൻജോയ് ചെയ്യുന്നു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ അവർ മാരേജ് കഴിഞ്ഞു, കുട്ടികളായി, അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുക, ഫാമിലിയിൽ വളരെ ഹാപ്പി, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ എന്താണോ അത് നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെന്താണെന്ന് നിങ്ങൾ നോക്കണ്ട, കമ്പയർ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരുപോലെ ആവില്ല. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. എന്തായാലും നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. ബട്ട് ഡിവൈനിൽ ട്രസ്റ്റ് വെച്ച് നിങ്ങൾ ഇരിക്കാം. ഓക്കെ, സോ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് അതൊക്കെ ചെയ്യൂ, പ്രാർത്ഥിക്കൂ. ആൻഡ് വേണ്ട എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.